ഹോട്ടൽ പുനരധിവാസ ടൗൺഷിപ്പിനായുള്ള സർവേ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് എസ്റ്റേറ്റുകളിൽ സർവേ നടത്തിയത്. കൃഷി, വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത മഹസർ നടപടിക്കും തുടക്കമായിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് അനീസ് അലി ചേരുകയാണ്. അനീസ് അലി, ഈ എസ്റ്റേറ്റുകൾ പൂർണ്ണമായും ഈ ടൗൺഷിപ്പിന് യോജിച്ചതാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണോ സർക്കാർ ഉള്ളത്? നൗഫൽ, ആ ഒരു തീരുമാനം നേരത്തെ തന്നെ എത്തിയിരുന്നു. ഈ വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കാവുന്ന 2 ഏറ്റവും നല്ല അനുയോജ്യമായ എസ്റ്റേറ്റുകളാണ് എന്ന രൂപത്തിലാണ് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റും മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റും കണ്ടെത്തിയത്. നെടുമ്പാല എസ്റ്റേറ്റ് ഹാരിസൺ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഏതായാലും ഈ 2 ഭൂമികളും കണ്ടെത്തിയിരുന്നെങ്കിൽ പോലും ഇവർ നിയമപ്രശ്നം നേരിടുന്നുണ്ടായിരുന്നു. ഈ നിയമപ്രശ്നം ആണ് കോടതിയിൽ ഇവർ ചോദ്യം ചെയ്ത് അതിനെ തുടർന്ന് കോടതിയുടെ ഉത്തരവ് വന്നത് ഇവർക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഭൂമി ഏറ്റെടുക്കാമെന്നാണ്. അതോടെയാണ് അതിന് ആ ഒരു തടസ്സം നീങ്ങിയത്. ഇന്നിപ്പോൾ സർവേ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. നമ്മൾ നിൽക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്, കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്. ഇവിടെ 3 വകുപ്പുകൾ, അതായത് റവന്യൂ വകുപ്പ്, വനം വകുപ്പ്, അതുപോലെ തന്നെ കൃഷി വകുപ്പ്, ഈ 3 വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥർ 10 സംഘങ്ങളായി തിരിഞ്ഞാണ് മഹസർ നടപടികളും സ്ഥലം അളക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഈ പുനരധിവാസ ടൗൺഷിപ്പ് പ്രഖ്യാപനത്തിന് വേഗം കൂടിയിട്ടുണ്ട്. ടൗൺഷിപ്പിന്റെ നടപടികളുമായി സർക്കാർ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ഇനി നിയമ തടസ്സങ്ങളില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ കണ്ടെത്താനുള്ള ആളുകളുടെ, ഗുണഭോക്താക്കളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നതുകൂടിയാണ് ഇനി ബാക്കിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നേരത്തെ വന്നപ്പോഴുണ്ടായ വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് ഇനി പഴുതടച്ച് പ്രശ്നങ്ങളില്ലാത്ത നല്ലൊരു ലിസ്റ്റ് ആക്കുക, അങ്ങനെ കൃത്യം പുനരധിവസിപ്പിക്കേണ്ട എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ 2 ടൗൺഷിപ്പുകളിലായി ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ നിലവിൽ നിയമ തടസ്സങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങളോ സർക്കാരിൻ്റെ മുമ്പിലില്ല. ഉള്ളത് സാമ്പത്തികമാണ്. സാമ്പത്തികം താരതമ്യേന പ്രശ്നമാവില്ല എന്നതാണ് മനസ്സിലാവുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാർ അതിൽ ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. മാത്രമല്ല, സഹായിക്കാൻ സന്നദ്ധരായി വ്യക്തികളും സംഘടനകളും പാർട്ടികളും സർക്കാരുകളും തന്നെ, കർണാടക സർക്കാരിനെ പോലെയുള്ള, തമിഴ്നാട് സർക്കാരിനെ പോലെയുള്ള സർക്കാരുകളും അങ്ങനെ തുടങ്ങി വലിയ തരത്തിലുള്ള ഫണ്ട്. പക്ഷേ അപ്പോഴും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഭൂമി എവിടെ എന്നതായിരുന്നു പ്രശ്നമുണ്ടായിരുന്നത്.